നമസ്കാരം. ഈ റിസോഴ്സ് പോർട്ടലായ സമഗ്രയിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അധ്യാപകർക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണുള്ളത്? ടീച്ചിങ് മാനുവൽ അയക്കാം, അതുപോലെ സമഗ്രയിൽ നിന്ന് റിസോഴ്സുകൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം തുടങ്ങിയവയാണ് അതുകൊണ്ടുള്ള മെച്ചങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ചൂസ് ചെയ്യുക. അപ്പോൾ അതിൽ samagra.kite.kerala.gov. എന്ന് പറയുന്ന സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. samagra.kite എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ആദ്യം ഈ ലിങ്ക് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ samagra.kite.kerala.gov. എന്ന് പറഞ്ഞ സൈറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സമഗ്രയുടെ സൈറ്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ സമഗ്രയുടെ സൈറ്റിൽ നമുക്ക് യൂസർ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സമഗ്രയുടെ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിൽ ഏറ്റവും വലത്തേ അറ്റത്തായി സൈനപ്പ് എന്ന് പറയുന്ന, മുകളിൽ വലത്തേ അറ്റത്തായി സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ അവിടെ ചേർക്കുകയാണ് വേണ്ടത്. പേര്, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ യൂസർ നെയിം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാസ്വേഡ്, ആ പാസ്വേഡ് കൺഫേം ചെയ്യാൻ രണ്ടാമതൊന്ന് ടൈപ്പ് ചെയ്യുക എന്നിവയാണ് ആദ്യത്തെ പേജിൽ നിങ്ങളോട് ആവശ്യപ്പെടുക. ഈ വിവരങ്ങൾ ഓരോന്നായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വേണ്ടത് ആദ്യം നമ്മൾ നെയിം ചേർക്കുക. രണ്ടാമത്തത് ലാസ്റ്റ് നെയിം ഓപ്ഷനിലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു യൂസർ നെയിം, നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ അത് ഓർമ്മയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് എവിടെയെങ്കിലും എഴുതി വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ യൂസർ നെയിമും ടൈപ്പ് ചെയ്യുക. അതുപോലെ ഇമെയിൽ അഡ്രസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വളരെ കൃത്യമായി അത് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കൃത്യമായ ഇമെയിൽ അഡ്രസ്സ് നൽകിയിട്ടില്ലെങ്കിൽ അത് ഇമെയിൽ അഡ്രസ്സ് ശരിയല്ല എന്നുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ കൃത്യമായ ഇമെയിൽ അഡ്രസ്സ് നൽകുക. ശേഷം അതിൻ്റെ താഴെ നമുക്ക് എടുക്കാവുന്ന ഏതെങ്കിലും പാസ്വേഡുകൾ, നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പറുകൾ പാസ്വേഡുകളായി നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ പാസ്വേഡും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഒരു നെക്സ്റ്റ് ബട്ടൺ, പച്ച നിറത്തിലുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിലേക്ക് വരും. അപ്പോൾ അവിടെ സ്ഥിരം ജീവനക്കാർക്കാണെങ്കിൽ അവരുടെ പെൻ നമ്പർ അവിടെ ചേർക്കുക. പെർമനൻറ്റ് എംപ്ലോയി നമ്പർ. താൽക്കാലിക അധ്യാപകരാണെങ്കിൽ അവർക്ക് സ്കൂൾ കോഡിനോട് കൂടി 0A1, 0A2 അങ്ങനെ ഓരോ അധ്യാപകർക്ക് ആദ്യത്തെ ആൾക്ക് 0A1 രണ്ടാമത്തെ ആൾക്ക് 0A2 അങ്ങനെ താൽക്കാലികമായിട്ടുള്ള നമ്പർ കൊടുക്കാവുന്നതാണ്. സ്കൂൾ കോഡിൻ്റെ കൂടെ അങ്ങനെ ചേർത്താൽ മതി. ശേഷം അതിന് താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഏത് തരത്തിലാണ്, UPയിലാണോ LPയിലാണോ അതോ HS, HSS, VHSS ഏതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള സെലക്ട് ചെയ്യുക. താഴെ ജില്ല സെലക്ട് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെയായി സ്കൂള് സെലക്ട് ചെയ്യാനുണ്ട്. സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം അവിടെ സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ നമ്മുടെ സ്കൂളിൻ്റെ മുഴുവൻ പേരും അവിടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് എന്നുള്ള ബട്ടണിൽ കൊടുക്കുമ്പോൾ സക്സസ്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇനി നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ അത് സ്കൂൾ ലോഗിനിൽ നിന്ന് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങാമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററോട് പറയുക, ഇങ്ങനെയൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, അപ്രൂവ് ചെയ്യണമെന്ന്. അപ്പോൾ അദ്ദേഹം അത് അപ്രൂവ് ചെയ്യുന്ന മുറക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സമഗ്ര അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതുപയോഗിച്ച് നിങ്ങൾക്ക് ടീച്ചിങ് മാനുവലൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാം. ടീച്ചിങ് മാനുവൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചുള്ള ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഏവർക്കും നന്ദി.